ഇന്നലെ വൈകുന്നേരം പമ്പയിൽ നടന്ന പമ്പ വിളക്ക്, പമ്പ സദ്യ എന്നിവയുടെ ദൃശ്യങ്ങളാണ്. ശ്രീ വിജയനാഥ്, എരുമേലിയിൽ നിന്ന് താങ്കൾക്കറിയാമല്ലോ, പേട്ടതുള്ളലിന് ശേഷം കാൽനടയായിട്ടാണ് ഈ രണ്ട് സംഘത്തിലുള്ളവർ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ പരമ്പരാഗത പാതയിലൂടെ കാൽനടയായി ഒരുപക്ഷെ നീലിമലയുടെ കാഠിന്യമുള്ള കരിമല കടന്ന് അഴുതാ നദി താണ്ടി അവരെ പമ്പയിലെത്തും. അങ്ങനെ പമ്പയിലെത്തുമ്പോൾ ഇന്നലെ വൈകുന്നേരം അവിടെ പമ്പ സദ്യ, അതെ, അത് കഴിഞ്ഞ് പമ്പവിളക്ക് എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം, അതായത് ശബരിമലയിൽ ദീപാരാധന നടക്കുന്ന സമയത്താണ് പമ്പവിളക്ക് നടക്കുക. അതിന് ഉച്ചയ്ക്കാണ് പമ്പ സദ്യ. അത് പമ്പാ സ്നാനവും പിതൃബലിയും കഴിഞ്ഞാൽ പിന്നെ പമ്പ സദ്യയായി. അല്ല, പമ്പ ഈ സദ്യക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഇവരോടൊപ്പം അയ്യപ്പൻ ഏതെങ്കിലും ഒരു ഇലയിൽ അയ്യപ്പൻ ഇരുന്നുണ്ണുന്നു. ഈ പമ്പാ സദ്യ വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു വലിയ പപ്പടം അവരെ പമ്പാ നദിയുടെ കരയിൽ കെട്ടിത്തൂക്കും. ഇവരുടെ പാണ്ഡങ്ങളിലായി ഇവർ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളാണ്, അത് ഉപയോഗിച്ചാണ് ഇവിടെ. അത് പണ്ട് എന്ന് പറയുന്നത്, അത് മോടി പിടിപ്പിക്കുന്നതിനായി പിന്നെ കുറുക്ക്, കാളൻ, ഉപ്പേരി, ഉപ്പിലിട്ടവ, പഴം വരട്ടിയത്, ചക്ക വരട്ടിയത്, ഇങ്ങനെ പലതും പള്ളിക്കെട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. ഇത് ഈ കാണുന്നത് പമ്പ ഗണപതി കോവിലിൻ്റെ മുമ്പിലുള്ള ദൃശ്യങ്ങളാണ്. ശബരിമല മലകയറ്റം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ പമ്പ സദ്യ, പമ്പ വിളക്ക് എന്ന രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ പമ്പാ നദിയുടെ തീരങ്ങളിൽ ഇന്നലെ വൈകുന്നേരമാണ് നടന്നത്. പമ്പയുടെ ഓളങ്ങളിലൂടെ വാഴപ്പിണ്ടിയിലും മറ്റും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, രാതുകൾ ഒഴുക്കി വിടുന്നതിനാണ് പമ്പ വിളക്ക്. മറവപ്പടയെ കീഴടക്കിയ ആഹ്ലാദത്തിന്റെ അനുസ്മരണമാണ് ഈ ചടങ്ങ്.